ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോട്ടയം വെള്ളൂരിലെ ഒരു കൂട്ടം മനുഷ്യരോട് ഒരു നാടിൻ്റെ ആകെ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത്. വെള്ളൂരിൽ മുളക്കുളം ചന്തപ്പാലം റോഡ് കാലങ്ങളായി പണിതീരാതെ കിടക്കുകയാണ്. അത് ഈ നാടിൻ്റെ ആകെ പ്രശ്നമായി മാറുകയും ചെയ്തു. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലടക്കം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ആദ്യം ആ റോഡിൻ്റെ കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ ഉള്ളത് വെള്ളൂരിലാണ്, വെള്ളൂർ ജംഗ്ഷനിലാണുള്ളത്. ഇവിടെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഇത് പലതരത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരാണ് ഉള്ളത്. ഇത് ഈ ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, കുറേ ദൂരം ബാധിക്കുന്നതാണ്. നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം ഇതെങ്ങനെയാണ് അവർക്കൊരു ദുരിതമായി മാറുന്നത്. ഈ റോഡ് വരുന്ന വഴി കണ്ടു, പലയിടത്തും ഈ റോഡ് അറിയാതെ വരുന്നവരൊക്കെ ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. കാരണം ഇടയ്ക്ക് കമ്പികൾ പൊങ്ങി നിൽക്കുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുഴിയുണ്ടോ എന്ന് പോലും അറിയാൻ ചിലപ്പോൾ പറ്റിയെന്നുമില്ല ഒരു ബൈക്ക് യാത്രികനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ. എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ഒരു പ്രശ്നം? ഇവിടെ നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2018 പ്രളയത്തിന് വെള്ളം കയറിയ ഒരു പ്രദേശം എന്ന നിലയിലാണ് റീബിൽഡ് കേരളയിൽപ്പെടുത്തി 112 കോടി രൂപ മുതൽ മുടക്കിൽ ഈ പദ്ധതി ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ടെൻഡർ എടുത്ത കമ്പനിക്കെതിരെ ഇപ്പോഴത്തെ കരാറുകാരൻ കേസ് നടത്തി 2 വർഷക്കാലത്തോളം കേസ് നടത്തിയാണ് ഈ കരാർ ഏറ്റെടുക്കുന്നത്. കരാർ ഏറ്റെടുക്കുമ്പോൾ 1 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാമെന്നുള്ള നിലയിലാണ് കരാർ ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തുടക്കം മുതലേ തന്നെ കരാറുകാരൻ്റെ ഒരു അലംഭാവം പൊതുവെ നമുക്ക് മനസ്സിലായാണ്. കാരണം ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കില്ലായിരുന്നു, മെഷീനുകളില്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ കരാർ ഏറ്റെടുത്തത് ഇവിടെ മേരി മാതാ കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ്. കോലഞ്ചേരി ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിന് ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധികാരം വരുന്നില്ല. KSTP ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. PWD റോഡായിരുന്നു, KSTP കൈമാറി. അത് സായി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിക്കാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ മുഖാന്തരമാണ് ഈ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് അധികാരപരിധിയിൽ ഇല്ലെങ്കിൽ പോലും പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കരാറുകാരനെയും MLA അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വിപുലമായ ഒരു യോഗം, രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം യോഗം നടത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചതാണ്. പിന്നെ MLA പലതവണ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങളും വിളിച്ചു. ഇപ്പോൾ 4 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ്. അതിലേറ്റവും ഈ 4 പഞ്ചായത്തിലും ഇതേ ദുർഘടാവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പ്രധാനപ്പെട്ട റെയിൽവേ, അതുപോലെ തന്നെ KPPL, ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, സ്കൂളുകൾ, അങ്ങോട്ടേക്ക് വരേണ്ട പ്രദേശം ഏകദേശം 7ഓളം വരുന്ന സ്കൂളുകൾ, അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലെ സ്കൂളുകളിലേക്കൊക്കെ സ്കൂൾ ബസ്സുകൾ അടക്കം പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. പക്ഷേ ആ റോഡിൻ്റെ നിർമ്മാണ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരികളുടെയും ജനങ്ങളുടെയും ആശങ്ക അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന നിലയിലുള്ളൊരു വേഗത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമല്ല ഈ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നിരന്തരമായി PWD മിനിസ്റ്ററൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പല പ്രാവശ്യവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടും. നമ്മൾ നിയമപരമായ എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ ചെയ്തത്. പക്ഷേ ഇവർ ഓരോ ഘട്ടത്തിലും തരുന്ന വാക്കുകൾ പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇവരെ ഡിവാർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തൊട്ട് മുമ്പ് നടന്ന മീറ്റിങ്ങിൽ പോലും ഇവർ പറഞ്ഞത് ഈ വരുന്ന മാർച്ച് മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്കെതിരെ ഡിവാർ ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവർ തന്നെ എഴുതി കൊടുത്ത് ഇതിൽ നിന്ന് ഒഴിവായി പോരും. അന്നൊരു സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോകുക എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം 36 കോടി രൂപയോളം KSTP പാസ്സാക്കി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അതിനകത്തൊരു ഘടകമായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് എത്രത്തോളം ആ തുക കിട്ടാനുണ്ടെന്നുള്ള കാര്യത്തിൽ അവർ പറയുന്ന നിലയിലുള്ള അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഗ്യാരണ്ടിക്ക് അനുസരിച്ചുള്ള ഒരു ബാങ്ക് ലോൺ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം പൊതുവെ ഇവരുടെ വർക്കുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അവർക്ക് ബാങ്ക് ലോൺ കിട്ടാത്തതെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏറ്റവും അടിയന്തരമായി ഈ പ്രശ്നം വരും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വ്യാപാരികളുടെ അതുപോലെ ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രതിഷേധം ഈ കാര്യത്തിനകത്തുണ്ടായിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇതിനകത്ത് രാഷ്ട്രീയപരമായി നമുക്ക് അതിനകത്തൊരു ഇതിൽ നമ്മളതിനെ കാണുന്നില്ല. പക്ഷേ നാട്ടിലെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്തായാലും പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം, നിലവിൽ മെമ്പർ കൂടിയാണ് നികിതകുമാർ സംസാരിച്ചത്. ഇതുവഴി യാത്ര ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോക്കാരുണ്ട്, ഇവിടെ കടകളുള്ളവരുണ്ട്, അങ്ങനെ പലതരം മനുഷ്യരുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ ഇതുവഴി ഇങ്ങനൊരു റോഡ് എവിടെയും സാധാരണ പലയിടത്തും ഗട്ടറുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇഷ്ടംപോലെ ഗട്ടറുകളോ വലിയ കുഴികളോ കാണും. പക്ഷേ ഇങ്ങനെ നല്ല ഗംഭീര റോഡ് പലയിടത്തും വരികയും പെട്ടെന്നൊരിടത്ത് വലിയൊരു കുഴിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. ഇത് എങ്ങനെയാണ് നിങ്ങളിത് പോയി ശീലിച്ചോ?
പിന്നെ അല്ലാതെ ഞങ്ങൾ എന്നാ ചെയ്യാൻ പറ്റും? നമ്മളത് എന്നും ഈ പരിപാടി തന്നെ. ഞങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കണം, കിട്ടണ പൈസ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കും. ഇത് തന്നെ ഞങ്ങളുടെ പരിപാടി. ആരോട് പറയാനാണ്? അവർ ഇപ്പോൾ മുൻ മെമ്പർ പറഞ്ഞ പോലെ തന്നെ, പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സഹിക്കുക. എന്താ ചെയ്യണം? വണ്ടിക്ക് പണിയാവുന്നുണ്ടോ? വണ്ടിക്ക് പണിയേ ഉള്ളൂ. എന്നും വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ നേരമുള്ളൂ. ഒരു രൗണ്ട് തീരുന്ന പരിപാടിയാണോ? എന്നും വർക്ക്ഷോപ്പിൽ പോകാനുള്ള പരിപാടിയേ നമുക്കുള്ളൂ. ഓടുന്ന കാശ് വർക്ക്ഷോപ്പിൽ കൊടുക്കുക. എന്താ ചേട്ടാ അവസ്ഥ? നിങ്ങൾ എന്താ? ഞങ്ങൾ നിത്യ അവസ്ഥ ഇത് തന്നെ. ഞങ്ങൾ ഓടുന്ന മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നു. വണ്ടിക്ക് ഒന്നാമത് പതിവ് ഓട്ടമില്ല. കട്ട ചാടി ചാടി നടുവിൽ ആപ്പാടെ പതിവ് പതിവായി. നിത്യ ഇതിനെ പരിപാടി. എന്താ ചേട്ടാ പറയാം? ഒരു മാറ്റം അനിവാര്യമായി പെട്ടെന്ന് തന്നെ. എന്താ പറയാനുള്ളത്? 2 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണിത്. ഇതിപ്പോൾ ആരോട് പറഞ്ഞ് എന്ത് ചെയ്താലാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇത് മാറ്റി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടികളുടെയൊക്കെ അവസ്ഥ അതൊക്കെ എല്ലാവരുടെയും അവസ്ഥ ഭയങ്കര. സ്കൂളിൽ പോകുന്നവരാണെങ്കിലും വഴി യാത്രക്കാരാണെങ്കിലും ഈ ചില സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുഴി ഇതേതാണെന്ന് ഒന്നും അറിയാൻ പാടില്ല. ആ രീതിയിലാണ് ഭയങ്കര ഒരു ദുരാവസ്ഥയത്. എന്നാ ചേട്ടാ പറയാനുള്ള? പൊതുവെ ദയനീയമായിട്ടുള്ള അവസ്ഥ തന്നെ. ഒന്നാമത് ഓട്ടക്കുറവ്, പിന്നെ ഓടുന്ന കാശ് മെയിൻ്റനൻസിനും, പിന്നെ ഈ വഴി കൂടി ഓടുമ്പോൾ തന്നെ നമ്മുടെ നടുവ് ഒരു പരിവാകും. ഒരു സാമ്പത്തികമായിട്ട് ഒരു ഗതിയില്ലാത്ത അവസ്ഥയിലേക്കാവും ഓട്ടോ തൊഴിലാളികൾ. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. നിലവിൽ 2 വർഷത്തോളമായിട്ട് റോഡിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അവർ 2 വർഷം കേസ് പറഞ്ഞ് മേടിച്ച വർക്കാണ് അത്. അവരുടെ യാതൊരുവിധ ഒരു മുൻകരുതലും ഇല്ലാത്ത നടപടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ഇപ്പോൾ നിലവിൽ വെള്ളൂർ സ്റ്റാൻഡിൽ നിന്ന് ഒരു 6 മണി കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ കിട്ടാനില്ലാത്ത സ്ഥിതിയായി. കാരണം മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുഴി ഏതാ പുഴ ഏതാണെന്ന് അറിയാൻ മേലാത്ത സ്ഥിതിക്ക് എല്ലാവരും വീട്ടിൽ പോകുന്ന സ്ഥിതിയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് റോഡിൻ്റെ പരിഹാരം അത് കണ്ടെത്തണം. നിലവിലെ കോൺട്രാക്ടർമാർക്ക് ഒഴിവാക്കിയെങ്കിൽ ഒഴിവാക്കി, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വേറെ ടെൻഡർ വിളിച്ച് ഉള്ള നടപടിക്രമങ്ങളാണെങ്കിൽ അതിങ്ങനെ ഏതാണേലും അത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നല്ല നടപടി എത്രയും വേണ്ടുണ്ടാക്കി എത്രയും പെട്ടെന്ന് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഓട്ടോറിക്ഷ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ. അവരുടെ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിലധികമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതിന് മുമ്പ് തൊട്ടേ തകർന്നരിഞ്ഞ റോഡായിരുന്നു. അവരാ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ട്, വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ നിരന്തരമായ ശക്തമായ പ്രതിഷേധങ്ങൾ ഒരുപാടുണ്ട്. MLA വിളിക്കുന്നുണ്ട്, PWD ഓഫീസ് വിളിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പരിഹാരം നമുക്ക് കണ്ടേ മതിയാവും. അത് എത്രയും പെട്ടെന്നുണ്ടാകും. എന്താ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഞാൻ സാധാരണക്കാരനാണ്. എന്നാ ചെയ്യണം? ഇപ്പോൾ വെള്ളൂരത്തെ ജനങ്ങളും വെള്ളൂരുകാരും കൂടുതൽ ആശ്രയിക്കുന്നത് തലയോലപ്പറമ്പ്, പിറവം, പെരുവ, ഈ 3 നിവർത്തി പോകാൻ കൂടുതൽ. പുഴയിട്ട് ചാടാൻ മാത്രം മാർഗ്ഗമുണ്ട്, അല്ലാണ്ട് എങ്ങോട്ടും പോകാൻ മാർഗ്ഗമില്ല. പെരുവയ്ക്ക് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല. പിറവത്തിന് പോകാൻ അത്രയും കൂടെ ഇല്ല. തലയോലപ്പറമ്പ് അത്രയും. ഈ വെള്ളൂർ കിടന്ന് കറങ്ങാം. ഓട്ടോക്കാരൻ്റെയും സാധാരണക്കാരൻ്റെയും നാട്ടുകാരൻ്റെയും പാവപ്പെട്ടവൻ്റെ എല്ലാ അവസ്ഥയിലാണ്. വളരെ ശോചനീയം, കഷ്ടം. എന്ത് ചെയ്യാൻ? സഹിക്കും, അല്ലാണ്ട് വല്ല മാർഗ്ഗമുണ്ടോ? പാവപ്പെട്ടവനെല്ലാം ഏക്കോളണം, കുരിച്ചു കേട്ടോളണം. വോട്ട് ചെയ്യാൻ നേരത്ത് മാത്രം ജയിലിൽ നിൽക്കും. അതുവരെ കിടന്നുകൊണ്ട് ഈ കഴുത വലിക്കും പോലെ ഇങ്ങനെ ഇഴഞ്ഞു വലിഞ്ഞു. കുഴിയിൽ ചാടിയവൻ കുഴിയിൽ, വഴിയിൽ കിടന്നവൻ വഴി. കുറേ ഓട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓടേക്കിടൊക്കെ 1/2 മീറ്റർ 3/4 മീറ്ററുള്ള കമ്പി നേരെ നിന്ന് പൊങ്ങി നിൽക്കുക. ഞാൻ നടന്ന് കിട്ടണ പ്ലാസ്റ്റിക്കും മുഴുവൻ ഓട കമ്പിയൊക്കെ കമത്തിയിടുക. വല്ല അധോഗതിക്കാരനും വന്നാൽ എവിടെ കിടക്കും? അതൊക്കെ ഒരു കടാരിക്ക് കുത്തിമറിച്ച് വാടകത്തോടെ കിടക്കും. എന്ത് ചെയ്യാൻ? കഷ്ടം. പാവപ്പെട്ടവൻ്റെ വിധി അവൻ സഹിക്കുക. അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ അപകടം ഉണ്ടാകുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ പഠിച്ച ആൾക്കാർ മിക്കവാറും ഈ ഓടയിലെല്ലാം ടയർ ഇവൻ്റെ വണ്ടിയുടെ എല്ലാം ടയർ കുത്തി കയറുമായിരുന്നു. റോഡിൽ അപകടങ്ങൾ നിരന്തരം ഉണ്ടായിട്ടുണ്ട്. വെള്ളൂർ മൂവാറ്റുപുഴയാറിൻ്റെ സമീപപ്രദേശത്ത് ചെറിയര പാലത്തിന് സമീപം 3 ആളുകൾ കുളിക്കാനിറങ്ങിയ 3 ആളുകൾ ഒരുമിച്ച് വെള്ളത്തിൽ പോയി മരിക്കാനിടയുണ്ടായി. ആ മരിക്കാനിടയുണ്ടായ സാഹചര്യത്തിൽ അവർ ആംബുലൻസ് എത്തിക്കാൻ വരെ വളരെ കഷ്ടപ്പെട്ടു. ഈ റോഡിന്റെ ഒരു പ്രശ്നമായിട്ടാണ്. പ്രശ്നം തന്നെ. ആ വഴി 2 വഴി കൂടി ആംബുലൻസ് വരാത്ത സാഹചര്യം ഉണ്ടായി. ആ 2 വഴി കൂടി ആംബുലൻസ് വരാത്ത അവരെ ബോഡി എന്ന് അവരുടെ വീടുകളിൽ എത്തിക്കാനോ ആശുപത്രികളിൽ എത്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം നിലവിലൂടെ ഉണ്ടായിട്ടുണ്ട് ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം. ഇപ്പോഴും അതുപോലെ തന്നെ. ഇപ്പോഴും ഒരു ആംബുലൻസ് കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പല ഘട്ടമായിട്ടാണ് റോഡ് നിൽക്കുന്നത്. ഒരു സൈഡിൽ കൂടെ വാഹനം പോകും, മറ്റു സൈഡിൽ കൂടെ വാഹനം പോവില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള വാഹനങ്ങൾ ഒട്ടും തന്നെ പോവില്ല. ആംബുലൻസ് പോലെ വേഗതയിൽ വരുന്ന വണ്ടികൾ യാതൊരു കാരണവശാലും വരാത്ത സാഹചര്യം നിലവിലൂടെ. വെള്ളൂർ ചന്തപ്പാലം മുളക്കളം റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷത്തോളം ആവുകയാണ്. 3 വർഷമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ DPR തയ്യാറാക്കി തന്നെ ഒരു അപാകത പറ്റിയതാണ് ഇതുപോലെയുള്ളൊരു സംവിധാനം വന്നത്. ഇലക്ട്രിസിറ്റിക്കാർ അതിൻ്റെ പൈപ്പ് പോസ്റ്റ് മാറ്റി കൊടുത്തില്ല. അതുപോലെ പൈപ്പ് സമയബന്ധിതമായി മാറ്റി കൊടുക്കാത്തതിൻ്റെ പേരിലും ഇതുപോലെ നമ്മുടെ ഈ പ്രദേശമായി ഒരു ബന്ധവുമില്ലാത്ത ആന്ധ്ര കമ്പനി വന്ന് ഇതിൻ്റെ DPR എടുക്കുകയും അതിൻ്റെ അനുബന്ധമായ രീതിയിലുള്ള പണികൾ ആസൂത്രണം ചെയ്തതിൻ്റെ പേരിലാണ് ജനങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായ രീതിയിൽ വന്നതാണ്. ഇതൊരു ടാറിങ് ആയിരുന്നു എങ്കിൽ, പഴയതുപോലെ ടാറിങ് ചെയ്തിരുന്നെങ്കിൽ നല്ല
രീതിയിൽ ഒരു 15 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ലായിരിക്കും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അപാകത കൊണ്ട് നിലയിൽ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന കോൺക്രീറ്റ് ഒരടിയോളം കനമുള്ള കോൺക്രീറ്റ് പൊട്ടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് റോഡ് സാധാരണ ഇത്തരം സ്ഥിരമായ മഴ പെയ്യുന്ന പ്രദേശം അവിടെയൊക്കെ പരിഗണിക്കുന്ന ഒരു ഇതല്ലേ? അപ്പോൾ ഒരു ഉദ്ദേശശുദ്ധി ഒരു പരിധിവരെ ചിലപ്പോൾ ശരിയായിരിക്കില്ലേ? ഇല്ല, ഈ വഴി റോഡുണ്ടായിട്ട് ഒരു 50 വർഷത്തിൽ കൂടുതലായ റോഡുകൾ ഏതാണ്ട് ഒരു 15 വർഷം കൊണ്ട് നല്ല രീതിയിൽ റബ്ബറൈസ് ടാറിങ് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ വഴി പോകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റ് വഴി ചെയ്തുകൊണ്ട് ചെയ്ത സ്ഥലത്ത് പല സ്ഥലത്തും വീതിയില്ലാത്ത സ്ഥലത്ത് ഓട വയ്ക്കുകയും വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതെയും വന്നുകൊണ്ട് ഒക്കെ ഉള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇതിൻ്റെ അടിയിൽ കൂടെ വൈക്കത്തേക്കുള്ള ജല സംവിധാനങ്ങളും അതുപോലെ വെള്ളൂർ വലിയന്നൂർ ഭാഗത്തേക്കുള്ള ജല സംവിധാനങ്ങളൊക്കെ പോകുന്നത് ഈ റോഡിൻ്റെ അടിയിൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചു പൈപ്പ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ആ പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പല പ്രാവശ്യം ഇതിൻ്റെ റോഡ് പണി നടക്കുമ്പോൾ ഈ റോഡിൻ്റെ ജലത്തിന് ലഭ്യത വളരെ പൊട്ടിപ്പോയി വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് പൊട്ടിച്ച് റോഡ് നിർമ്മാണങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ തന്നെ ഈ റോഡിൻ്റെ ഒരു 4 കിലോമീറ്റർ ദൂരം കൊണ്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 40 കൂടുതൽ സ്ഥലത്ത് കട്ടിങ്ങുകൾ നിലനിൽക്കുക. കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് മാറ്റാത്തതിൻ്റെ പേരിൽ കട്ടിങ്ങുകൾ നിലനിൽക്കുക. അപ്പോൾ അതെല്ലാം മിറ്റിലിട്ട് ഇങ്ങനെ കടന്ന് ജനങ്ങൾക്ക് വളരെ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത് വെള്ളൂർ പഞ്ചായത്ത് ഓഫീസ് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ KPPL എല്ലാം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ സ്കൂളിലേക്ക് പോകുന്ന ഭാഗമൊക്കെ വെള്ളക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, വ്യാപാര സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റാത്തത്, വ്യാപാര സ്ഥാപനത്തിലേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം നിൽക്കുകയാണ്. അപ്പോൾ ഓഫീസുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം നിൽക്കുകയാണ്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ഒരു സാധ്യത ഭയങ്കരമായി ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാട്ടാ നിങ്ങളെ ബാധിക്കുന്നത്? വളരെയധികം ദുർഘടമാണ് ഇപ്പോൾ വഴികൾ. 2 വീലറിന് പോകാൻ മേല, 4 വീലറിന് പോകാൻ മേല, യാത്രക്കാർക്ക് പോകാൻ മേല, കുണ്ടും കുഴിയായിട്ട് അവർ ഓരോ സ്ഥലം കുറച്ച് ചെയ്ത് ആകെ അത്ഭുതമായിട്ടിരിക്കുകയാണ്. ഒത്തിരി സ്കൂൾ വാഹനങ്ങൾ, കുട്ടികളും ഒക്കെ സ്കൂളിൽ പോകുന്നതാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, സ്കൂളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്. ഇതിനൊന്നും അങ്ങോട്ട് നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു രീതിയാണ്. വെട്ടിക്കാട്ടുമുക്കിൽ നിന്ന് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു തവണ ഇതുപോലെ പോന്ന് രാത്രി അപകടപ്പെട്ടു പോയി. 2 വീലറിന് പോകുന്നത് വീണോ? 2 വീലർ മറിഞ്ഞു. ഭാഗ്യം പോലെ എൻ്റെ പുറകിൽ ഒരാളുണ്ടായിരുന്നു. രാത്രിയായിരുന്നു. അങ്ങേര് വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിക്കും. നമ്മൾ അവരോട് പറയാവുന്ന മുഴുവൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന സ്ഥലം വൃത്തിയായിട്ട് മുഴുവൻ ചെയ്ത് കിടങ്ങും കുഴിയായിട്ടാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ മേലെ. അപ്പോൾ എത്രയും വേഗം ഇത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ എവിടെയാണ് അപകടം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ? എവിടെയാണ് അപകടം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ പഴക്കമുള്ള ഒരു റോഡാണ്. മാത്രമല്ല ഈ വെള്ളൂർ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരും വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു റോഡായിരുന്നു. ആ റോഡ് പണിയാൻ ആരംഭിച്ചപ്പോൾ ഏകോപനമില്ലാതെ പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിയിടുക, പൈപ്പ് ലൈൻ മാറ്റിയിടുക, അതുപോലെ തന്നെ കലുങ്കുകളുടെ പണികൾ തീർത്തതിന് ശേഷം എല്ലാം ആയിരുന്നുവെങ്കിൽ ഈ റോഡ് ഇത്രയും പീസായി കിടക്കുമായിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇല്ലാതെ പോയി ഇപ്പോൾ റോഡിന്. അതുകൊണ്ട് തന്നെ യാത്രാക്ലേശം രൂക്ഷമാവുക ചെയ്തത്. നമുക്കതുകൊണ്ടൊരു പ്രയോജനവും ഈ വഴി കൊണ്ടുണ്ടായിട്ടില്ല. ഇത് 450 കോടി രൂപ എങ്ങാണ്ടാണെന്നാണ് പറയുന്നത്. ഇത് 4 വർക്ക് ഏതാണ്ടുണ്ട്, 3-4 റോഡുകളുടെ വർക്ക്. ഈ 450 കോടി രൂപ ജർമ്മൻ ബാങ്കിൻ്റെ ലോണ് കിട്ടി എന്നുള്ളതല്ലാതെ കൊണ്ട് ഈ റോഡ് എങ്ങനെ പണിയണമെന്നുള്ളതിനെ കുറിച്ചുള്ള ടെക്നോളജി അവർ പഠിച്ചില്ല. അവിടെയാണ് തെറ്റുപറ്റിയത്. ഈ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ വർക്ക് ആരംഭിക്കുന്ന സ്ഥിതിയിൽ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന അലംഭാവം ഇതിട്ടിട്ട് പോകുന്നിടം വരെ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ എത്ര കാലം പിടിക്കും? പുതിയ DPR വേണം, പുതിയ ടെൻഡർ വിളിക്കണം, പുതിയ കോൺട്രാക്റ്റ് വരണം. എത്രയോ നാൾ ഈ നാട്ടിലെ ജനം ദുരിതം അനുഭവിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതല്ലെന്നുണ്ടെങ്കിൽ ശക്തമായി പ്രതികരിക്കാൻ ഈ നാട്ടിലെ ജനം ഒന്നടങ്കം ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, എന്താ ചേട്ടാ പറയാനുള്ളത്? ഈ മുളക്കുളം ചന്തപ്പാലം റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷക്കാലമായി. ഈ 3 വർഷത്തിനിടയ്ക്ക് ഇവിടെ സ്കൂട്ടർ അപകടം വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി. ആ ഒരു സഹോദരൻ മരിക്കുകയും ഇവിടെ ഉണ്ടായി. ഇത് പല ഭാഗങ്ങൾ കട്ടിങ്ങായിട്ട് നിർത്തിയേക്കുവാണ്. ഒരു ഭാഗം ഒരു 30 വന്നപ്പോൾ കണ്ടു. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ച് പോകുന്നത്? ഒരു കണക്കിൽ ഇങ്ങനെ സ്കൂട്ടറും അതുപോലെ വണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ അതിജീവിച്ച് പോകുന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഈ ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്നുണ്ട്. ഓട്ടോ റിക്ഷ തൊഴിലാളികളുണ്ട്, അതുപോലെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് ഇങ്ങനെ സഹിച്ച് ഞങ്ങൾ പോവുകയാണ്. എത്രയും വേഗം ഇത്
നിർമ്മിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപകടത്തിലെല്ലാം പെട്ടിട്ടുണ്ടോ? നിരവധി ബൈക്ക് യാത്രക്കാർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ടൂ വീലർ ഒരാൾ മരിക്കേണ്ട സംഭവം പറഞ്ഞല്ലോ. അതേപോലെ ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് മുറ്റിൽ കിടക്കുന്നില്ല, എത്ര പേരാണ് വീണത്. അങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഇത് പരിഹരിക്കണം എന്നുള്ളതാണോ? അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി വാഹനങ്ങൾക്ക് പോകുവാനും. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഞങ്ങൾക്ക് ഇവിടെ വെള്ളൂർ വരണമെങ്കിൽ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി അടക്കമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് വരണം, പഞ്ചായത്ത് അടക്കമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ റോഡ് വളരെ അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് 2 വർഷക്കാലമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ ദുരിതം പേറുകയാണ്. ഇന്ന് നന്നാക്കും നാളെ നന്നാക്കും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. റോഡിൻ്റെ ഒരു പോർഷൻ തീർക്കുമല്ല. 6 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 2 കിലോമീറ്റർ ചെയ്തിട്ട് 2 കിലോമീറ്റർ ഫ്രീ വെറുതെ കിട്ടുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കിലോമീറ്റർ ചെയ്ത് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഈ കണ്ടു ഞാൻ. ഈ നേരത്തെ വണ്ടി ഓടിച്ച് വരികയായിരുന്നു, ഈ ഇടയ്ക്കിടയ്ക്ക് കുഴിയുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. നടുവിനും ഒക്കെ വേദനയായി. വളരെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ഒരു അവസ്ഥ? എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാനിവിടെ ഒരു 1975 സ്കൂളിൽ പഠിച്ചിട്ടാണ്. ഇതുവരെയായിട്ട് ഒരു വികസനം എൻ്റെ വന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ പറയുക, ഇതൊരു പ്രധാന വികസനമായിരുന്നു. ഇതൊരു അണ്ടർപാസ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പിറവത്തിന് ഇങ്ങനെ പോകാനും യാത്രാ സൗകര്യം വർദ്ധിക്കുകയും നമ്മുടെ ഈ നാട്ടിൽ ഇത് ഒരു വികസനമുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യാന്നുള്ള, അപ്പോൾ പഞ്ചായത്ത് ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യണം. അതാരാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പഞ്ചായത്തിന്റെ മാത്രം വർക്കല്ല ഇത്, അതിന് മുകളിലുള്ള എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഇപ്പോൾ കോൺട്രാക്റ്റ് ആണെങ്കിലും കാശ് കൊടുത്തില്ല അപ്പോൾ അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്വയമായിട്ട് മനസ്സിലാക്കുന്ന കേസുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞാണ് ഈ ഫ്ലവേഴ്സിൽ പോകാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി. അപ്പോൾ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞ് അവർ വന്നിറങ്ങിയത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഉണ്ടെന്നും പറഞ്ഞ് അവർ വന്നു. പക്ഷേ ഇവിടുന്ന് അവർക്ക് വണ്ടിയില്ല. അപ്പോൾ ഇവിടുന്ന് ഈ ലിങ്ക് ചെയ്ത് ഈ പിറവത്തിന് ന്യായമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വെള്ളൂരും വികസിക്കും, ഇതെല്ലാ കാര്യങ്ങളും വികസിക്കും. അങ്ങോട്ട് വണ്ടിയൊക്കെ പോകുമ്പോൾ വെള്ളൂരും സ്വയമായിട്ട് വികസിക്കും. ഒരു മിനിറ്റ് ചേട്ടൻ, ഇതുവഴി വണ്ടി ഓടിച്ച ആളാണോ? വണ്ടി ഓടിക്കും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ ഒക്കെ ഇത് കേട്ടില്ലേ, വണ്ടി നോക്കി ഭയങ്കര കൊണ്ട്. ഞങ്ങളൊക്കെ രാവിലെ പണിക്ക് പോകുന്ന. ഇവിടെയാണോ വീട്? ഇവിടെ എൻ്റെ വീട് ഇറമ്പത് വെള്ളൂരാ. അതായത് ഈ റോഡിൽ കൂടെ സ്ഥിരം പോകുന്ന ആളാണ്? ഞാൻ സ്ഥിരം പോകണ. അപ്പോൾ ഈ റോഡിൽ എവിടെയൊക്കെ ഈ പെട്ടെന്ന് എഡ്ജ് വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയാമോ? അപ്പം ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് അങ്ങോട്ടുണ്ട്. ഞാൻ ഈ റൂട്ട് വഴിയാണ് കൂടുതൽ പോകാറുണ്ട്. ഇങ്ങോട്ട് വെട്ടിക്കാട് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളിപ്പോൾ അതിനൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പഠിക്കുക എന്നുള്ളതാണ്, വേറെ വഴി. അതെ അതെ അതെ. എന്തായാലും അതാണ് പറഞ്ഞത്. ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ്. ഇത് പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ്. ഇപ്പോൾ ഫണ്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും പലപ്പോഴും വെല്ലുവിളിയാകുമായിരിക്കും. പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. പിന്നെ ഇതിനകത്ത് ഇത്രയും വലിയൊരു വർക്ക് എന്ന നിലയിൽ വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഏത് കോൺട്രാക്ടർക്കും അതിനൊരു ഗ്യാരണ്ടി തുക ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കണം. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആ ഗ്യാരണ്ടി വെച്ചതിനനുസരിച്ചുള്ളൊരു വർക്ക് ഇവർ നടന്നിട്ടില്ല. ഇപ്പോൾ 30% വർക്കാണ്, 112 കോടിയുടെ 30% വർക്ക് മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ആ നടന്നിരിക്കുന്ന വർക്കുകൾ എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്നത് പോലെ ഒരു കണ്ടിന്യൂസ് ആയ വർക്കല്ല. ഓരോ മേഖലയിൽ കുറേശ്ശെ ചെയ്തു വരുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് അതാണ് വരുമ്പോൾ കാണുന്നത്? സാധാരണ പല റോഡുകളും ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് എവിടെയാണ് കുഴി വരുന്നതെന്ന് അറിയില്ല. അതെ, അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അന്നത്തെ സമയത്ത് ഈ KSEBയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഇത് KSEB ആയിട്ടൊരു തർക്കം ആദ്യം ഉണ്ടായിരുന്നു. അത് ഈ A4 സൈസ് പോസ്റ്റാണ് KSEB അതിനുവേണ്ടി മുന്നോട്ട്
മുന്നോട്ട് വെച്ചത്. പക്ഷേ എല്ലാ സ്ഥലത്തും ഏപ്പോൾ വേണ്ടിയില്ല, അന്ന് ഏപ്പോൾ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ സംസ്ഥാന തലത്തിൽ രണ്ട് വകുപ്പുകളുടെയും മന്ത്രിമാർ തമ്മിൽ സംസാരിച്ച് ഏകദേശം ഒരു ധാരണയായിട്ടാണ് അത് പിന്നീട് ഏപ്പോൾ ആവശ്യമുള്ളിടത്ത് മാത്രം എന്നുള്ള നിലയിലേക്ക് വരികയും ചെയ്തത്. പിന്നീട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ലൈൻ ഇടുന്ന കാര്യങ്ങൾ, രണ്ട് സൈഡിലും ലൈൻ വലിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതും ചെറിയൊരു കാലതാമസം വന്നപ്പോഴത്തേക്കും അത് ഇടപെട്ട് MLA അടക്കം വിളിച്ച യോഗത്തിൻ്റെ ഭാഗമായി അത് പരിഹരിക്കപ്പെട്ടു. അത് വേഗത്തിൽ. പക്ഷെ അതും ഈ വേഗത്തിലാകുക എന്ന് പറഞ്ഞാൽ കരാറുകാർ സബ് കൊടുത്തിട്ട് പിന്നീട് അതിൽ ഇവരൊരു ഉത്തരവാദിത്തത്തോടു കൂടി അത് സമയബന്ധിതമായി തീർക്കുന്ന കാര്യത്തിലൊരു വിഷയം വന്നു. അതും പരിഹരിക്കപ്പെട്ടാണ്. പിന്നെ വന്നത് കലിങ്കുകളുടെയാണ്. കലിങ്കുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ വൺ സൈഡ് പൂർത്തീകരിച്ച് ഇട്ടിരിക്കുക, ബാക്കി വൺ സൈഡ് കൂടി പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അപ്പോൾ അടുത്ത വർക്കിലേക്ക് അവർ പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് നമുക്കിതിനകത്ത് ഈ സായി കൺസൾട്ടൻസി എന്ന് പറയുന്ന അവർ പോലും ഇതിനകത്ത് വലിയ കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു തുടക്കം മുതലുള്ള പഞ്ചായത്തിൻ്റെയും അതുപോലെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വിമർശനമായിരുന്നു. പക്ഷേ DPRന് ചേഞ്ച് വരുത്തി കുറച്ച് ഇതിൻ്റെ ഒരു നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് DPRൽ ചേഞ്ച് വരുത്തി വേണം ഇനിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഗവൺമെൻറ്റുമായി ലാസ്റ്റ് സംസാരിക്കുമ്പോൾ പറയുന്നത് ഏറ്റവും ഇവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെക്രട്ടറി തല ചർച്ചകൾ നടന്നു. ആ സെക്രട്ടറി തല ചർച്ചകളിൽ പോലും ഇവരെടുക്കുന്ന സമീപനം ഒരു പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള, അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായും അവരെ ഡീബാർ ചെയ്യുന്ന നിലയിലേക്ക് പോയത്. അപ്പോൾ ഡീബാർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വരുന്ന ആളുകൾ അവർക്ക് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലാണ് ഇവർ പണി ഇട്ട് വെച്ചിരിക്കുന്നത്. കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. മിക്കവാറും ഏതാണ്ട് എല്ലാ ട്രെയിനുകളും നിർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിനിടയിൽ ഈ രാത്രി ഓട്ടോകൾ ഇവിടെ ഇടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ വല്ലാതെ സന്ധ്യ കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഉണ്ടായില്ല എല്ലാവരും. കാരണം ഈ വഴി കൂടി എങ്ങനെ വണ്ടി ഓടിച്ചു നടക്കാൻ പറ്റിയില്ല. പിന്നെ അവരവരുടെ നാട്ടിൽ നിന്നൊക്കെ വണ്ടി വിളിച്ചു വരുത്തിയാണ് പിന്നെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. 2 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളത്. ദൂരെ നിന്നൊക്കെ വരുന്നവരറിയാതെ പെട്ടുപോകുന്നുണ്ട് ഇവിടെ. കാരണം പുറത്തുനിന്നൊക്കെ വരുന്ന വണ്ടിക്കാർ ഇതുപോലെ എവിടെയാണ് ഇതിൻ്റെ ഇതിട്ടേക്കണമെന്ന് അറിയാൻ പറ്റില്ല. അവർ വന്ന് ചാടുക, വണ്ടി എടുത്ത് ചാടുക. ഒരു കോൺക്രീറ്റ് ചെയ്തേക്കണമെന്ന് പിന്നെ അവിടുത്തെ ഇല്ല കോൺക്രീറ്റ്, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക. അത് അറിയില്ല, ചിലപ്പോൾ രാത്രിയിലൊക്കെയാണ് അറിയാൻ പറ്റില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് എടുത്ത് ചാടി അപകടം ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലും അപകടം ഉണ്ടാകുന്നുണ്ട്. ഈ ബൈക്കുകാരായിരിക്കും കൂടുതൽ. ബൈക്കുകാർക്കും കാറുകാർക്കും ഒക്കെ പറ്റുന്നതാണ്. കാറുകാരുടെ ബൈക്കുകാരാണെങ്കിൽ ബാലൻസ് തെറ്റിപ്പോകും. അതുപോലെ കാറുകാരുടെയൊക്കെ ടയർ ഒത്തിരി കീറിപ്പോയിട്ടുണ്ട്, കമ്പി നീണ്ട നീളെ കൊണ്ട്. ഇവർക്കെതിരെ സാധാരണ ഈ ഇരാറ്റുപേട്ട വാഗമൺ റോഡിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കേട്ടിരുന്നതാണ്. പിന്നെ അത് സർക്കാർ ആ കമ്പനി ഡിവാർ ചെയ്യുകയും പുതിയൊരു പെട്ടെന്ന് നിർമ്മാണം വളരെ പെട്ടെന്ന് നടക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക, കരിമ്പട്ടികയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുക എന്നുള്ളതാണോ ഇത്? അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾക്ക് സാധ്യതയാണോ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നിയമ നടപടികളിലേക്ക് വരും. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താതെ ഇരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇത്രയും 1 വർഷം എന്നുള്ളത് 2 വർഷം സർക്കാർ നീട്ടിക്കൊടുത്തു. ആ 2 വർഷം കഴിഞ്ഞിട്ടും അവർ വീണ്ടും ഒരു വർഷം കൂടി അവർ കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പോൾ മാർച്ച് വരെ എന്നുള്ളത് ലാസ്റ്റ് മീറ്റിങ്ങിൽ അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. അതിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നുള്ളത് ആ മീറ്റിങ്ങിൽ അവർ ഉറപ്പ് നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് പോകണം. നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഈ റോഡിൽ സഞ്ചരിച്ചിട്ടുള്ള യാത്രക്കാർക്കുണ്ടായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ തന്നെ ഇതിലെ കാറിൽ വന്ന് അപകടം പറ്റിയവർ, ഇവിടെ വീണ് പരിക്ക് പറ്റിയവർ അടക്കം ഇഷ്ടംമാതിരി ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഒരു നഷ്ടപരിഹാരം ഈ കമ്പനിയിൽ നിന്ന് ഈടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിലെ മറ്റ് നടപടികളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങളും പഞ്ചായത്ത് എന്ന നിലയിൽ കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഇത് ഗവൺമെൻറ്റിന് മുന്നിൽ നമ്മൾ ഇവരെ കരിമ്പട്ടിയിൽപ്പെടുത്തണമെന്നുള്ള ആവശ്യം നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അതൊരു പരിഹരിക്കുക. നമുക്ക് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായി ഇതിലെ യാത്രാ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചു പോകുന്നത്. ഈ 2 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം, ഞാൻ ആദ്യം പറഞ്ഞ 2 കൊല്ലം ഇവർ കേസ് നടത്തിയതും പിന്നീടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 കൊല്ലം, അങ്ങനെ 4 കൊല്ലം കൊണ്ട് നമ്മുടെ വെള്ളൂരിനുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് വലിയ കാര്യം ഇതാണ്. ഈ 4 കൊല്ലം കൊണ്ട് ഈ വെള്ളൂരിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവാം, മറ്റു ആളുകളുണ്ടാവാം. ഇവരെല്ലാം ആ നിലയിൽ ഇതിൽ നിന്ന് അകന്നു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായും നമുക്കൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തിലും ആ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന
ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് വരണ്ട എന്ന് ചിന്തിക്കുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനം ഇവിടെ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാട്ടുകാരന് അത് ഈ അടിസ്ഥാന സൗകര്യമില്ലാതെ ഒരു കച്ചവടം ആരംഭിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് കൂടി നമ്മൾ ഇത് ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാടിനൊരു അനുഭവവും അതുപോലെ തന്നെ ഒരു മുൻകരുതലും ആവണം. കാരണം ഇനി ഇതുപോലത്തെ ഒരു പദ്ധതികൾ വരുമ്പോൾ ഈ കരാർ ഏറ്റെടുക്കപ്പെടുന്ന കമ്പനികൾ ഇങ്ങനെ ഇട്ടേച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് കൂടി നമ്മുടെ മുന്നിൽ കാണണം. ഇവർ എന്താണ് അന്ന് പറഞ്ഞ ന്യായങ്ങൾ? കാരണം ഇതൊരു യഥാർത്ഥത്തിൽ ഒരു അപകട കെണി ഒരുക്കി വെക്കുന്ന പോലെ നമ്മൾ യഥാർത്ഥത്തിൽ അത് കാണും. അവരിങ്ങനെ കൊണ്ടുവന്ന എഡ്ജ് ചെയ്ത് പലയിടത്തും വെക്കുമ്പോൾ അതിനെന്താണ് അവർ പറയുന്ന ന്യായം? ഇതെല്ലാം നമ്മൾ സമയബന്ധിതമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സമയത്തല്ല ഇവർ പറയുന്നത് ഒരു 45 ദിവസം സമയം തരും, അതിനുള്ളിൽ ഞങ്ങൾ തീർക്കും. പക്ഷെ നമ്മൾ വീണ്ടും അടുത്ത മീറ്റിങ്ങിലേക്ക് വരുമ്പോഴും അതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവർ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ KSEBയുടെ കുഴപ്പമെന്ന് പറയും. നമ്മൾ KSEB ആയിട്ട് സംസാരിക്കുമ്പോൾ KSEBയിൽ ഇവർ ഇപ്പോൾ ഒരു റോഡിൻ്റെ നിർമ്മാണം കിടക്കുന്ന ആ പ്രദേശത്ത് ഒരു 4 പോസ്റ്റുകൾ മാറ്റാനുണ്ടെങ്കിൽ ആ പോസ്റ്റ് മാറ്റാനുള്ള പൈസ മാത്രമാണ് ഇവർ അടയ്ക്കുകയുള്ളൂ. ബാക്കി പോസ്റ്റുകൾ കൂടി മാറ്റിയെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായി. അപ്പോൾ KSEB അതിന് സമയമെടുത്ത് വരുന്ന ഘട്ടത്തിൽ ഇവർ പറയും എല്ലാം KSEBയുടെ തലയിൽ. അപ്പോൾ നമ്മൾ KSEB ആയിട്ടൊരു ചർച്ച വയ്ക്കുന്നു, അത് പരിഹരിക്കപ്പെടുന്ന ഘട്ടത്തിൽ അടുത്ത ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അവർ മാറ്റുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ മേലാത്ത ഈ ഒന്ന് നമ്മൾ പരിഹരിച്ചു കൊടുക്കപ്പെടുന്ന വിഷയത്തിൽ പോലും അതിനനുബന്ധമായി നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ, പഞ്ചായത്തിൻ്റെ സ്ഥലം നമ്മൾ ഇവിടുത്തെ ആളുകൾ അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരോടൊന്നും നീതി പുലർത്തുന്ന നിലയിലല്ല ഇതുപോലെ. ഇപ്പോൾ അപകടം ഉണ്ടായപ്പോൾ അവരുടേതല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം തന്നെ ഈ പോകുന്ന ഘട്ടത്തിൽ അവരുടെ കുഴപ്പം കൊണ്ടാണ് പോകുന്നത്. ഒരു അപകടമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ബോർഡ് വെക്കാനുള്ള ഇതില്ല. അവരുടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികളും ഒറ്റ ദിവസം കൊണ്ട് അവരിവിടുന്ന് എടുത്ത് മാറ്റി പോകുന്ന സ്ഥിതിയുള്ളത്. അപ്പോൾ ഇത് ഒന്ന് സഞ്ചാരയോഗ്യമാക്കിയിട്ട് പോയിരുന്നെങ്കിൽ കുറേ കൂടി നമുക്ക് കരാറുകാരൻ്റെ മറ്റു പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇട്ടെറിഞ്ഞു പോകണം എന്നുള്ളൊരു സമീപനം തന്നെ. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ കരാറുകാരൻ, ഇതിൻ്റെ ഉടമസ്ഥൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അയാളെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അയാളെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കുമ്പോഴോ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുക എന്നതിനപ്പുറത്തേക്ക് അയാൾ ഇതിനോട് നീതി പുലർത്തിയിട്ടില്ല. എന്തായാലും അതാണ് ഈ നാട്ടുകാരാകെ പറയുന്നത്. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പലതവണ ഇടപെട്ടിട്ടുള്ള വിഷയം കൂടിയാണ്. പക്ഷേ അടിയന്തരമായി ഈ ഒരു പ്രശ്നത്തിൽ കുറച്ചുകൂടി ഇടപെടേണ്ടതുണ്ട്. അതായത് ഈ പ്രശ്നം ഈ നാട്ടുകാരെ സംബന്ധിച്ച് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടുത്തെ അപകട കെണി ഫലത്തിൽ ഒഴിവാകേണ്ടതുണ്ട്. ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകേണ്ടതും ഉണ്ട് എന്ന് തന്നെ പറയുകയാണ്. അതിനുവേണ്ട ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി. പക്ഷേ